ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്. ഒരു റിയാക്ഷൻ നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുണ്ട്. എന്നിട്ട് അവർ പറയുന്നത് എന്താ, ഇഫ് ദ പ്രഷർ അപ്ലൈഡ് ഓവർ ദ സിസ്റ്റം ഇൻക്രീസ് ബൈ 2-fold അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ദെൻ ഇതിൽ ഏതൊക്കെ ഓപ്ഷനാണ് കറക്റ്റ് ചെയ്യുന്ന ഇക്വിലിബ്രിയം എന്നുള്ള ചാപ്റ്ററിലെ ചോദ്യമാണത്. നമുക്ക് ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് ആൻഡ് പ്രൊഡക്റ്റ് ഇൻക്രീസസ്. അടുത്ത ഇക്വിലിബ്രിയം വിൽ ഷിഫ്റ്റ് ഇൻ ഫോർവേഡ് ഡയറക്ഷൻ. നമുക്ക് നോക്കാം. പ്രഷർ അപ്ലൈ ചെയ്യുമ്പം ഇക്വിലിബ്രിയത്തിൽ പ്രഷർ അപ്ലൈ ചെയ്താൽ പ്രഷർ കൂട്ടിയാൽ സിസ്റ്റം പ്രഷർ കുറക്കാൻ നോക്കും. പ്രഷർ കുറക്കാൻ നോക്കുമെന്ന് പറയുമ്പം എവിടെയാണോ കുറവ് നമ്പർ ഓഫ് മോള് ഗ്യാസ് ഉള്ളത് അങ്ങോട്ട് റിയാക്ഷൻ നടക്കും. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ 1, 3, 4 മോളാണ് റിയാക്ടൻസ് സൈഡിൽ, ഇവിടെ 1, 2 മോളാണ്, 2 ഗ്യാസസ് മോളാണ് പ്രൊഡക്റ്റ് സൈഡിൽ. അപ്പൊ പ്രഷർ കൂട്ടുമ്പോൾ സിസ്റ്റം പ്രഷർ കുറക്കാൻ നോക്കുന്നു. പ്രഷർ കുറയണമെന്നുണ്ടെങ്കിൽ എവിടെയാണോ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസ് കുറവുള്ളത് അങ്ങോട്ട് റിയാക്ഷൻ നടന്നാൽ മതി. അപ്പൊ ഇങ്ങോട്ടാണ് കൂടുതലായിട്ട് എന്ത് ചെയ്യുക, റിയാക്ഷൻ നടക്കുക. അപ്പൊ ഫോർവേഡ് റിയാക്ഷൻ എന്താവും, ഫേവറബിൾ ആകും. ഇക്വിലിബ്രിയം വിൽ ഷിഫ്റ്റ് ഇൻ ഫോർവേഡ് റിയാക്ഷൻ. ഓക്കെയാണ്. അപ്പൊ പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂടും. മക്കൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് വെച്ചാൽ എന്താ, കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ബൈ റിയാക്ടന്റ് അല്ലേ. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഒരിക്കലും ചേഞ്ച് ചെയ്യൂല, അത് എപ്പോഴും കോൺസ്റ്റന്റ്. ഇക്വിലിബ്രിയം ടെമ്പറേച്ചർ മാറാണ്ട് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് മാറൂല. അപ്പൊ ഇവിടെ ഫോർവേഡ് റിയാക്ഷൻ നടക്കുമ്പോൾ പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂടും, ഇയാൾ മാറാനും പാടില്ല. അപ്പൊ പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ അതിനനുസരിച്ച് റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷനും എന്ത് ചെയ്യണം, കൂടണം. എന്നാലേ ഇവിടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എപ്പോൾ എന്തായിട്ട് നിൽക്കുള്ളൂ, കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുള്ളൂ. ന്യൂമറേറ്റർ അങ്ങ് കൂടുമ്പോൾ അതിനനുസരിച്ച് ഡിനോമിനേറ്റർ കൂടിയാലല്ലടാ ആ വാല്യൂ സെയിം ആയിട്ട് നിൽക്കുക അല്ലേ. 1/2 ന്യൂമറേറ്റർ കൂട്ടി 2 ആയി, അപ്പൊ ഡിനോമിനേറ്റർ 4 ആക്കിയാൽ മതി, രണ്ടും സെയിം അല്ലേ. അപ്പം ഫോർവേഡ് റിയാക്ഷൻ ആണ് കൂടുതലായിട്ട് നടക്കുക. അപ്പൊ പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂടും. പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂടുന്നതിനനുസരിച്ച് തന്നെ റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷനും അവിടെ ഇക്വിലിബ്രിയത്തിലോട്ട് എത്താൻ വേണ്ടിയിട്ട് ബാക്ക്വേർഡ് റിയാക്ഷനും കുറച്ച് നടക്കുന്നത് കൊണ്ട് റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷനും കൂടും. രണ്ടിന്റെ കോൺസെൻട്രേഷൻ ആക്ച്വലി കൂടുകയാണ്. അതുകൊണ്ട് എയും കറക്റ്റാണ്. അപ്പൊ എയും ബിയും എന്താണ്, കറക്റ്റ് ആണ്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻക്രീസ് ചെയ്യോ? ഇല്ല, ഒരിക്കലും ഇൻക്രീസ് ചെയ്യും. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഡിപ്പെൻഡ് ഓൺലി ഓൺ ടെമ്പറേച്ചർ. ഇവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻക്രീസ് ചെയ്യൂല. അതുകൊണ്ട് തെറ്റാണ്. ഇപ്പൊ സി തെറ്റാ. അപ്പൊ ഈ ഓപ്ഷൻ വരൂല, ഈ ഓപ്ഷൻ വരൂല. ഈ ഡി നോക്കാം. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് റിമെയിൻ അൺചേഞ്ച്ഡ് ആസ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് ആൻഡ് പ്രൊഡക്റ്റ് റിമെയിൻ സെയിം. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് റിമെയിൻ അൺചേഞ്ച്ഡ് ആവാൻ അതാ മാറാണ്ടിരിക്കാൻ കാരണം എന്താ, റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷനും പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷനും സെയിം ആയതുകൊണ്ടല്ല. റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷനും പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷനും കോൺസ്റ്റന്റ് ആയതുകൊണ്ടാണ്. റിയാക്ടന്റെ കോൺസെൻട്രേഷൻ ഈക്വൽ ടു പ്രൊഡക്റ്റ് കോൺസെൻട്രേഷൻ അല്ല, റിയാക്ടന്റെ കോൺസെൻട്രേഷനും പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കോൺസ്റ്റന്റ് ആണ്, സെയിം എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഓക്കെ, അതുകൊണ്ട് ഈ സെന്റൻസ് എന്താണ്, തെറ്റാണ്. അപ്പൊ എയും ബിയും കറക്റ്റ് ആണ്. ഓപ്ഷൻ 1 ആണ് എന്തായിട്ട് വരിക, ആൻസർ ആയിട്ട് വരിക.